2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. വടകര കരിമനത്തോട്ടിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാവുന്നു. തോട്ടിലെ തടസ്സം നീക്കാനെത്തിയ മുനിസിപ്പൽ അധികൃതരെ നാട്ടുകാർ തടഞ്ഞു. പന്തിരിക്കര പീഡനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ. പേരാമ്പ്രയിൽ BJP ധർണ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിന്ന് കാവിലുംപാറയെ ഒഴിവാക്കണം. പശ്ചിമഘട്ട സംരക്ഷണ സമിതി സമരം 4 ദിവസം പിന്നിട്ടു. സമഗ്ര പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണ പദ്ധതിയായ ചേഞ്ച് കൊയിലാണ്ടി സജീവം. 21 മുതൽ ഒരാഴ്ചക്കാലം നാട്ടുപൊലിമ. വാർത്തകൾ വിശദമായി. വടകര കരിമനത്തോട്ടിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ നാരായണ നഗറിലെ അഴുക്കുചാൽ നാട്ടുകാർ അടച്ചത് കച്ചവട കേന്ദ്രങ്ങളിൽ ദുരിതം വിതച്ചു. തടസ്സം നീക്കാനെത്തിയ മുനിസിപ്പൽ അധികൃതർക്കെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതിനെ തുടർന്ന് അധികൃതർ പിന്മാറി. ഒന്നും പറയാനില്ല. എന്നിട്ട് എന്താക്കി ഏൽപ്പിച്ചിട്ട് അതിന്റെ സർവേയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന അഴുക്കുജലം കടകൾ തുറക്കാനാവാത്ത സ്ഥിതി സൃഷ്ടിച്ചിരിക്കുകയാണ്. പല കടകളും അനിശ്ചിതമായി അടച്ചു. BOT ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്താണ് മണ്ണിട്ട് ഒഴുക്ക് തടഞ്ഞിരിക്കുന്നത്. ഇതോടെ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് അഴുക്കുചാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കടകൾ തുറക്കാനാവാത്ത സ്ഥിതി. നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കരിമനത്തോട്ടിലേക്കാണ് ഒഴുക്കുന്നത്. ഇതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളും പേറി ജീവിക്കുകയാണ് പ്രദേശവാസികൾ. മലിനജലമൊഴുക്ക് കാരണം കൊതുക് ശല്യവും ആരോഗ്യ പ്രശ്നങ്ങളും അസഹ്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് ഭോജന മാർച്ചും നടത്തി. തുടർന്ന് ചെയർപേഴ്സൺ PP രഞ്ജിനി നാട്ടുകാരുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ തോട്ടിൽ മണ്ണിട്ട് മലിനജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് വൈസ് ചെയർമാൻ PK ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ അധികൃതർ തടസ്സം നീക്കാനെത്തിയത്. എതിർപ്പുമായി നാട്ടുകാർ രംഗത്ത് വന്നതോടെ ഇവർ പിന്മാറുകയായിരുന്നു. പന്തിരിക്കര പീഡനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. പേരാമ്പ്രയിൽ BJP നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്തിരിക്കരയില് സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രതികൾ നിയമ നടപടികൾക്ക് വിധേയമായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ധാരാളം സംശയങ്ങളുണ്ട്. ഈ പ്രതികൾക്ക് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള സ്വാധീനമുള്ള പലരുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാനുള്ള കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങൾ അതാണ് ജനങ്ങളെ സംശയിക്കാനുള്ള പ്രേരിപ്പിക്കാനുള്ള കാരണം. കേരളത്തിലും കോഴിക്കോട്ടുമൊക്കെ ഇതിനു മുൻപുണ്ടായിട്ടുള്ള ഇതിന് സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും കോൺഗ്രസുമൊക്കെ ഒത്തുകളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കേസുകൾ തേച്ചുമാച്ച് കളഞ്ഞതിന്റെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചക്കിട്ടപ്പാറ ഇരുമ്പയർ ഖനനത്തിൽ പൊതുമേഖലാ കമ്പനിയെ ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകിയതിൽ മുൻമന്ത്രി എളമരം കരീമിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, വലിയ
ഖനനത്തെ സംബന്ധിച്ച് കർണാടകത്തിൽ വലിയ വിവാദം നടക്കുന്ന സമയമാണ്. കർണാടകത്തിലെ BJP ഗവൺമെന്റിനെതിരായിട്ട് സ്വകാര്യ ഖനി ഉടമകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആക്ഷേപം ഉന്നയിച്ച ഘട്ടത്തിലാണ് ഈ കേരളത്തിൽ ഇന്നുവരെ സ്വകാര്യ മേഖലക്ക് കേരളത്തിലെ ധാതു സമ്പത്ത് തുറന്നിട്ട് കൊടുക്കാത്ത ഈ സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് കർണാടകത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് ചക്കിട്ടപ്പാറയിലും മാവൂരിലും കാക്കൂരിലും ഒക്കെ ഖനനം നടത്താനുള്ള അനുവാദം കൊടുക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പൊ പറയുന്നത് ഞങ്ങളല്ല കൊടുത്തത്, ഞങ്ങളല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയായിരുന്നു, കേന്ദ്ര ഗവൺമെന്റാണ് അനുവാദം കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റാണ് അനുവാദം കൊടുത്തതെങ്കിൽ നിങ്ങൾ എന്തിനാ കർണാടകത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് BJP ഗവൺമെന്റിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചത്? അപ്പൊ കർണാടക ഗവൺമെന്റും കേരളത്തിൽ വരുമ്പോ അത് കേന്ദ്ര ഗവൺമെന്റ് വന്നത് എങ്ങനെയാ? ചടങ്ങിൽ AK നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. MT രമേശ്, A മോഹൻ മാസ്റ്റർ, B ജോർജ്, K പ്രദീപൻ, ET ബാലൻ, KC ശശികുമാർ, KM ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. KK രജീഷ് സ്വാഗതം പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് എക്സൈസ് പരിശോധന ശക്തമാക്കി. നാദാപുരം മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 174 കുപ്പി മദ്യം പിടികൂടി. വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. ചാലപ്പുറത്ത് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച 48 കുപ്പി മദ്യവുമായി ചാലപ്പുറം സ്വദേശി കോഴിപ്പറ്റ രവീന്ദ്രനെ എക്സൈസ് സംഘം പിടികൂടി. ബുധനാഴ്ച രാത്രി തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നടത്തിയ വാഹന പരിശോധനയിൽ മാഹിയിൽ നിന്ന് കടത്തുകയായിരുന്ന 90 കുപ്പി വിദേശ മദ്യവുമായി ഓട്ടോ ഡ്രൈവർ ഇരിങ്ങണ്ണൂർ സ്വദേശി പീറ്റയുള്ളതിൽ ബാലനെയും പിടികൂടി. 36 കുപ്പി വിദേശ മദ്യവുമായി തലശ്ശേരി നങ്ങാറത്ത് പീടിക സ്വദേശി രാജീവനെ കായപ്പനച്ചിയിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് വടകരയിൽ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. എന്ത് തന്നെയായാലും നമ്മൾ ഭക്ഷണത്തിന് തന്നെ ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന പേരിലായി മാറിയതും. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കള്, അതായത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നതും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്ത് തന്നെയായാലും ചൂഷണത്തിനും വിധേയമാകുന്നു. ഈ ഒരു കമ്പോളത്തിൽ, വിപണിയിൽ നമ്മൾ ചൂഷണത്തിനും കൂടുതലായി വിധേയമാകും. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഈ നിയമം 1986 ഡിസംബർ 24 പുറത്തിറക്കിയ നിയമം, ഉണ്ടായ നിയമം, നമ്മളെ സംരക്ഷിക്കുന്ന ഈ നിയമത്തോടൊപ്പം ആ സംരക്ഷണത്തിനുള്ള എല്ലാ സംവിധാനവും, നിയമ സംരക്ഷണം വരെ നമുക്കറിയാം. ഉപഭോക്തൃ കോടതി വേറെ തന്നെ, അതും വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന, സാധാരണ കോടതി നടപടികൾ പോലെ കുറേ അധികമൊന്നും പോകാതെ വളരെ വേഗത്തിൽ തന്നെ തീർപ്പ് കൽപ്പിക്കുന്ന ഉപഭോക്തൃ കോടതി നമുക്കുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് നമ്മളിൽ പലരും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി അധ്യക്ഷത വഹിച്ചു. ലഘുലേഖ പ്രകാശനം K സുജാത നിർവഹിച്ചു. അഴിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇഞ്ഞോളി, പ്രേമകുമാരി, ബിന്ദു അരവിന്ദ്, K ദയാനന്ദൻ, പത്മനാഭൻ വേങ്ങേരി, PK രാജ്, N രഘുനാഥ്, ഇസ്മയിൽ സാഹിബ്, VV സുനില, TC സജീവൻ, K വിജയൻ എന്നിവർ പ്രസംഗിച്ചു. K ശ്രീലത സ്വാഗതവും K രാമദാസൻ നന്ദിയും പറഞ്ഞു. ബൈക്ക് യാത്രക്കാരനെ നടുറോട്ടിലിട്ട് മർദ്ദിച്ച സംഭവത്തിൽ നാദാപുരം സ്വദേശികളായ 2 യുവാക്കൾക്കെതിരെ വടകര പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം കോട്ടക്കടവ് ദേശീയപാതയിൽ വെച്ചാണ് പുതുപ്പണം സ്വദേശിയായ മധ്യവയസ്കനെ യുവാക്കൾ മർദ്ദിച്ചത്. നാദാപുരം ജാതിയേരി സ്വദേശിയായ അബ്ദുള്ള, ഷൌക്കത്ത് അലി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ബൈക്ക് യാത്രക്കാരനായ പാലയാടനട സുഹറ മനസ്സിൽ ഇബ്രാഹിമിനെ യുവാക്കൾ മർദ്ദിച്ചത്. ദേശീയപാതയിൽ കോട്ടക്കടവിൽ വെച്ചാണ് സംഭവം. അമിത വേഗതയിൽ വന്ന ഇന്നോവ കാർ ഇബ്രാഹിം സഞ്ചരിച്ച ബൈക്കിനരികിലൂടെ അപകടകരമായ വിധത്തിൽ ഓടിച്ചുപോയപ്പോൾ ചോദ്യം ചെയ്തതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത്. കാറിൽ നിന്നിറങ്ങിയ 4 അംഗ സംഘം ഇബ്രാഹിമിനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാരും മറ്റ് യാത്രക്കാരും ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരിടവേള. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തെന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി,
നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം. ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മൊബൈൽ വേൾഡ് 400-ലേറെ മോഡലുകൾ, 100-ലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്. നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. കട നവീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം മികച്ച കമ്പനികളുടെ ചെരുപ്പുകളും ഷൂസുകളും 20% മുതൽ 50% വരെ വിലക്കുറവിൽ. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, അഞ്ചുവിളക്കിന് സമീപം, ഫുഡ് ലൈൻ, പഴയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9846030470. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. കാവിലുംപാറ മേഖലയെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ ജന സംരക്ഷണ സമിതിയുടെ സമരം ശക്തമാകുന്നു. തൊട്ടിൽപ്പാലം ട്രഷറിക്ക് മുന്നിലെ ധർണ സമരം 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചത്തെ സമരം കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മിനി അധ്യക്ഷത വഹിച്ചു. പുതുക്കാട്ടിൽ കണ്ണൻ, ചീരമറ്റം തങ്കച്ചൻ, OT ഷാജി, മിനി ബേബി, രാജു തൊട്ടിൻചിറ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 16 മുതൽ 31 വരെ 16 ദിവസമാണ് സമരം നടക്കുന്നത്. ഈ 2 റിപ്പോർട്ടുകളുമാണ് ഇപ്പൊ ഈ മേഖലകൾക്ക് ഇത്ര വലിയ കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുന്നത്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് അധികാരത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുന്നത്. വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ PP രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. ഇതിനെ തകർക്കാനുള്ള ഈ ശ്രമം അത് എന്ത് താല്പര്യത്തിനാണ്? കച്ചവട താല്പര്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഏത് താല്പര്യമായാലും ശരി, അത് വ്യാജമാണെന്ന് അന്വേഷണം, HMC തന്നെ ഒരു അന്വേഷണം, ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു. HMCക്ക് അകത്ത് നിന്നൊരു സബ് കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ സബ് കമ്മിറ്റി കൃത്യമായി കാര്യം പരിശോധിച്ചപ്പോൾ ഈ പരാതികളൊക്കെ വസ്തുത അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ പരാതി ഒരു തവണ ക്ലോസ് ചെയ്തതാണ് എന്നിവിടെ DMO നേരത്തെ പറയുകയുണ്ടായി. കഴിഞ്ഞ DMO പറയുകയുണ്ടായി, പ്രസിഡന്റ് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് HMCക്കും ബോധ്യമായ കാര്യമാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് കുത്തിപ്പൊക്കുന്നത് എന്തിനാണ്? ഈ ആശുപത്രിയെ തകർക്കാനുള്ള ഒരു മനസ്സ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അത് ആശുപത്രിയോട് മാത്രമുള്ളതല്ല, ഇവിടെയുള്ള പൊതുജനങ്ങളോടുള്ള ഒരു അനീതിയാണ്. വികസന പ്രവർത്തനത്തിൽ വളരെ വികസന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിക്കെതിരെ, അതും ഈ സമയത്ത്. ധർണയിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ AP മോഹനൻ, P അച്യുതൻ മാസ്റ്റർ, ആടിയ രവീന്ദ്രൻ, CK കരീം, രാജേന്ദ്രൻ KV, CP ചന്ദ്രൻ, P നാണു മാസ്റ്റർ, ഡോക്ടർ C അബു, ഡോക്ടർ VV നാരായണൻ, ഡോക്ടർ ബിജോയ് V, ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ നവീൻ CJ സ്വാഗതവും ശ്രീജേഷ് P നന്ദിയും പറഞ്ഞു. വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയെ തകർക്കാൻ ലക്ഷ്യമാക്കിയുള്ള കുപ്രചരണങ്ങളെ തിരിച്ചറിയുക,
ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക, ആയുർവേദ ആശുപത്രിയെ 100 കിടക്കകളുള്ള ആശുപത്രിയെ ഉയർത്തുക, വടകരയിലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പച്ചമരുന്ന് ചന്ത ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കുക, ആശുപത്രിയിൽ വിഷചികിത്സ, മർമ്മചികിത്സ, നേത്രരോഗ ചികിത്സ, ബാലചികിത്സ എന്നിവയിൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക വിജ്ഞാന വിപണന മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 20 മുതൽ 25 വരെയാണ് മേള നടക്കുന്നത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 2013-14 വർഷത്തെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായാണ് കാർഷിക വിപണന വിജ്ഞാനമേള സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ട ഘടക സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത്, BRC, കുടുംബശ്രീ, CDS, സുഭിക്ഷ, സർക്കാർ ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ ഏജൻസികൾ എന്നിവയുടെ കാര്യക്ഷമമായ പ്രവർത്തനവും മാതൃകകളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നാനാവിധ വികസന മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ ഭാഗമായുള്ള സെമിനാറും കലാപരിപാടികളും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കുൽസു ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സെമിനാർ, ആദിവാസി കലാമേള, സാക്ഷരതാ കലാമേള എന്നിവ നടക്കും. ഈ വരുന്ന ഡിസംബർ 20 മുതൽ 25 വരെ പേരാമ്പ്രയിൽ ഒരു കാർഷിക വിജ്ഞാന വിപണന മേള സംഘടിപ്പിക്കുകയാണ്. സാധാരണ നടക്കുന്ന മേള പോലെയല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കാർഷിക മേഖലയുടെയും ക്ഷീരവികസന മേഖലയുടെയും മൃഗപരിപാലന മേഖലയുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളുടെയും വികസന പ്രവർത്തനങ്ങളും അവരുടെ മാതൃകാ പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതുവഴി കാർഷിക മേഖലയിലും ക്ഷീരവികസന മേഖലയിലും മൃഗപരിപാലന മേഖലയിലും വലിയ ഒരു ഉത്തേജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി കാർഷിക, മൃഗപരിപാലന, ക്ഷീരവികസന മേഖലയിലെ പ്രദർശനങ്ങൾ, കുടുംബശ്രീ, CDS പ്രദർശനങ്ങൾ, സുഭിക്ഷയുടെ പ്രദർശനം, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയിട്ടുള്ള പ്രദർശനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ദിവസവും കലാപരിപാടികൾ ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പേരാമ്പ്രയിലെ ഏറ്റവും നല്ല കർഷകർ, അതുപോലെ തന്നെ പേരാമ്പ്രയിലെ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ പങ്കുവഹിച്ച വ്യക്തികൾ, കച്ചവടക്കാർ, അത്തരം ആളുകളെ കൂടി ഈ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. അതിവേഗ റെയിൽവേക്കെതിരായ സമരത്തിന്റെ ഭാഗമായി ഈ മാസം 23-ന് കൈനാട്ടിയിൽ പ്രതിഷേധാഗ്നി പരിപാടി നടക്കുമെന്ന് പ്രതിരോധ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് മേധാ പട്കർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിവേഗ റെയിൽ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് CR നീലകണ്ഠൻ, കൺവീനർ ശിവപ്രസാദ് ഇരവിമംഗലം, പ്രതിരോധ സമിതിയുടെ വിവിധ ജില്ലാ ഭാരവാഹികൾ, പ്രമുഖരായ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സംബന്ധിക്കും. വടകര നിയോജക മണ്ഡലം അതിർത്തിയിൽ മാത്രം 1279 വീടുകൾ, 13 ക്ഷേത്രങ്ങൾ, 7 വിദ്യാലയങ്ങൾ, 6ഓളം പള്ളികൾ, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തപ്പെടും. നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ ഇവയും നികത്തും. ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന തരത്തിൽ കുന്നുകൾ ഇടിച്ചു നിരത്തും. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളായ കാർഷിക മേഖലയിലെ മുരടിപ്പ്, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ, കുടിവെള്ള ദൗർലഭ്യം, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഇത്ര ഭീമമായ സംഖ്യ മുതൽ മുടക്കി ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ വേണ്ട എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സുചിന്തിതവും ദൃഢവുമായ അഭിപ്രായമെന്ന് ഇവർ പറഞ്ഞു. ഈ അതിവേഗ റെയിൽ കോറിഡോർ എന്ന പദ്ധതി ഉപേക്ഷിക്കാനും അതുപോലെ ഈ കമ്പനി പിരിച്ചുവിടാനും ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 23-ാം തീയതി തിങ്കളാഴ്ച കൈനാട്ടിയിൽ പ്രതിഷേധാഗ്നി എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക. ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ അണിനിർത്തിക്കൊണ്ടാണ് കൈനാട്ടിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകപ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി മേധാ പട്കറാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയിൽ അതിവേഗ റെയിൽ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ CR നീലകണ്ഠൻ, അതുപോലെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ശിവപ്രസാദ് ഇരവിമംഗലം, ഈ സമര സംഘടനയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ ഭാരവാഹികൾ, അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കന്മാർ, ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ കൈനാട്ടി വെച്ച് നടത്താനാണ് ഞങ്ങൾ
ആലോചിച്ചിട്ടുള്ളത്. ടി.എം. അശോകൻ, രാജേഷ് ചോറോട്, പി.എം. അശോകൻ, കൊയിറ്റോടി ഗംഗാധരക്കുറിപ്പ്, ഒഞ്ചിയം ശിവശങ്കരൻ, പ്രസാദ് വിലങ്ങിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ആൻഡ് കേബിൾ ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ വടകരയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് എം. സമദ് ഉദ്ഘാടനം ചെയ്തു. ആലക്കൽ റെസിഡൻസിയിൽ നടന്ന കൺവെൻഷനിൽ സംസ്ഥാന ട്രഷറർ സി രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി മനോജ് തിരുവള്ളൂരിനെയും സെക്രട്ടറിയായി ഇ രാജീവിനെയും ട്രഷററായി അനൂപ് മുടപ്പിലാവിലിനെയും തെരഞ്ഞെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാ ഓപ്പറേറ്റർമാരും സഹകരിച്ച് ഒന്നിച്ച് ഇത് ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് എന്ന് എല്ലാവരും മനസ്സിൽ കാണണം. അത് എല്ലാവർക്കും, എല്ലാ ഓപ്പറേറ്റർക്കും വേണ്ടി ഈ കമ്മിറ്റി നിലകൊള്ളുന്നതായിരിക്കും. അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഈ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വീണ്ടും എന്നെ ഈ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാക്കി തിരഞ്ഞെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി. ഒരിടവേള കൂടി. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വർഷം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000-ൽ പരം ഡിസൈനുകൾ. അഴകേറും തങ്കത്തിളക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ. സൂപ്പർ ജ്വല്ലറി, പഴയ ബസ് സ്റ്റാൻഡ് വടകര, പുതിയ ബസ് സ്റ്റാൻഡ് വടകര, തലശ്ശേരി, ഇരിട്ടി, നാദാപുരം, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ്. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പർച്ചേസിനുമൊപ്പം 2.5 കിലോ സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണാവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1-ാം സമ്മാനം 100 പവൻ, 2-ാം സമ്മാനം 25 പവൻ, 3-ാം സമ്മാനം 10 പവൻ. ദിവസേന ഓരോ പർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ്ണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണാവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോർഎവർ. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാരവസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫർണി പാലസ്, NH ബൈപ്പാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് വടകര. ഫോൺ 2524-583. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി നഗരസഭ നടപ്പാക്കി വരുന്ന സമഗ്ര പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണ പദ്ധതിയായ ചേഞ്ച് കൊയിലാണ്ടിയുടെ ഭാഗമായി ഡിസംബർ 21 മുതൽ 27 വരെ നാട്ടുപൊലിമ എന്ന പേരിൽ പരിപാടി നടക്കുമെന്ന് ചെയർപേഴ്സൺ കെ ശാന്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോർണിംഗ് ഫാം, തുണിസഞ്ചി വിതരണം, ഔഷധത്തോട്ടങ്ങളുടെ നിർമ്മാണം, ലഘുലേഖ വിതരണം, സമഗ്ര ആരോഗ്യ ശുചിത്വ സർവേ തുടങ്ങി വിവിധങ്ങളായ പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് മീഞ്ചന്ത ആർട്സ് കോളേജ്, കാലടി സംസ്കൃത സർവകലാശാല, പ്രാദേശിക കേന്ദ്രം കൊയിലാണ്ടി, മൊകേരി കോളേജ്, മലബാർ കോളേജ് മൂടാടി, മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ്, IHRD കോളേജ് താമരശ്ശേരി, ഗവൺമെന്റ് ബോയ്സ് VHSE, മാപ്പിള VHSE എന്നിവിടങ്ങളിലെ NSS യൂണിറ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. 1ാം ഘട്ടത്തിൻ്റെ സമാപനം എന്നുള്ള നിലയിൽ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം 680ഓളം വരുന്ന NSS വളണ്ടിയർമാർ ഈ വരുന്ന 21 മുതൽ 27 വരെയുള്ള 7 ദിവസങ്ങളിൽ ഈ നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ പരിസ്ഥിതി പ്രവർത്തനത്തിനും കാർഷിക മേഖലയിലെ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുക. ഒരുപക്ഷെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു പ്രൊജക്റ്റ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നത്. സാധാരണ NSS വളണ്ടിയർമാരുടെ ക്രിസ്മസ് ക്യാമ്പ് അവരാവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റികളിലൊക്കെ നടത്തുകയാണ് പതിവ്. അത് ചിലപ്പോൾ റോഡ് വെട്ടലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ ഏറ്റെടുക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്. നഗരസഭ NSS വളണ്ടിയർമാർ NSS ഉള്ള കോളേജുകളോട് റിക്വസ്റ്റ് ചെയ്യുകയും മുനിസിപ്പാലിറ്റിയുടെ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവരോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ക്യാമ്പിനോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്
ഈ പ്രൊജക്റ്റിനോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്നത്. ചോമ്പാലിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന വിന്റർ ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. സിനിമാ താരം ഭീമൻ രഘു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനനാ. ബിസി ജോർജ് പറഞ്ഞ അദ്ദേഹം സത്യമേ പറയുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിൽ. അപ്പം പറഞ്ഞ് മമ്മൂട്ടിയാണെന്നും സത്യനാണെന്നും നസീറാണെന്നും നെടുമുടിയോടുമാണെന്നൊക്കെ പറഞ്ഞ് അശോകനെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ചേട്ടാ അത് ഓരോ സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ, വേറെ ഒന്നും തോന്നുന്നു. എന്തായാലും എനിക്ക് വളരെ നിങ്ങളോടൊക്കെ എന്താ ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ തന്നെ ഇതാ സുന്ദരിമണികളായ സ്ത്രീകൾ ആ സെറ്റുമൊക്കെ കൊടുത്ത് നിൽക്കുന്നതല്ല. എനിക്ക് സത്യത്തിൽ അവരെ നോക്കിയപ്പോഴുണ്ടല്ലോ, രണ്ടുപേരും എൻ്റെ കൂടെ കയറി വന്ന് പുറകെ ഇരുമുണ്ട്. എൻ്റെ നോക്ക് പുറയിലാ. അവരെ കണ്ടപ്പോൾ എന്നെ സ്വീകരിച്ചു വന്നപ്പോൾ ഞാനൊരു അല്പനേരത്തേക്ക് അവരുടെ ആ ഡ്രസ്സിലും അവരുടെ ആ വേഷത്തിലും ആ ഭാവത്തിലും കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലം നിന്റെ വാർന്നെറ്റിത്തടത്തിനെന്തിന് സിന്ദൂരത്തിലകം മാനഞ്ചും കണ്ണിനെന്തിനൊരഞ്ജനക്കൂട്ട് നിന്റെ തേൻ ചോരു ചുണ്ടിനെന്തേ ചെമ്പരത്തി പൂമൊട്ട് ചെമ്പരത്തി പൂമൊട്ട്. ജനകീയ കൂട്ടായ്മയിലൂടെ നടത്തുന്ന ഇത്തരം പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഭീമൻ രഘു പറഞ്ഞു. പവലിയൻ സിനിമാ താരം മേഘനാഥനും അമ്യൂസ്മെന്റ് പാർക്ക് സിനിമാ താരം കൊല്ലം അജിത്തും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AT ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇങ്ങോളി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആയിഷ ഉമർ, P ജയരാജൻ, ബേബി ബാലംബ്രത്ത്, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ VK അനിൽകുമാർ, കൂടാളി അശോകൻ, OK കുഞ്ഞബ്ദുള്ള, പ്രദീപ് ചോമ്പാല, MK ഭാസ്കരൻ, PM അശോകൻ, K ശേഖരൻ, MR കുഞ്ഞികൃഷ്ണൻ, കോട്ടായി ബാലൻ, P നാണു, P അബ്ദുൽ ഹമീദ്, PK കോയ എന്നിവർ സംസാരിച്ചു. കൺവീനർ KT രവീന്ദ്രൻ സ്വാഗതവും സുജിത്ത് ശൈലി നന്ദിയും പറഞ്ഞു. കാവിലുംപാറയിൽ കുടുംബശ്രീ വിപണന കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷം കഴിയുന്നു. ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ വേണ്ടിയാണ് സ്ഥാപനം ആരംഭിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ഏകദേശം 5 ലക്ഷം രൂപ ചിലവിൽ ഒരു മുറിയും വരാന്തയുമാണ് നിർമ്മിച്ചത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കരിമ്പാച്ചേരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. ഇപ്പോൾ തൂണുകളിൽ കാട് കയറിയ അവസ്ഥയാണ്. മോട്ടോർ വാഹനങ്ങൾ വരാന്തയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞതാണ് വിപണന കേന്ദ്രം അടച്ചുപൂട്ടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. കൽപ്പത്തൂർ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ചു. എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു നേതൃ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായ രീതിയിൽ സഹകരണ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം സുതാര്യതയാണ്. കർഷക തൊഴിലാളികളും അടങ്ങുന്ന ജനവിഭാഗത്തിന്റെ അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി സൊസൈറ്റിയായി മാറുമെന്നുള്ള വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. ഇന്ത്യ കാർഷിക രാജ്യമാണ്. 70% വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ കർഷകരാണ്. ഇന്ന് സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരായാലും തൊഴിലാളികളായാലും എല്ലാം ഇന്ന് മറ്റു പലതിൻ്റെയും ഭാഗമായി മാറാൻ ശ്രമിക്കുകയാണ്. ഗ്രാമപ്രദേശത്തിലുള്ള ജനങ്ങൾ നാഗരികവൽക്കരണത്തിന് വിധേയരാകുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി എന്ന സങ്കല്പം തന്നെ നഷ്ടപ്പെടുന്നുവോ എന്ന തോന്നലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ചടങ്ങിൽ കമ്പ്യൂട്ടർ ഉദ്ഘാടനം KC അബുവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം N സുബ്രഹ്മണ്യവും നിർവഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടനം സുമാ ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഐമൂസയും നിത്യനിധി ഉദ്ഘാടനം പാറക്കൽ അബ്ദുള്ളയും നിർവഹിച്ചു. KC ഗോപാൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. MT ബാലൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷകരുടെയും കാർഷികേതര തൊഴിലാളികളുടെയും ക്ഷേമം ലക്ഷ്യമിട്ടാണ് കൽപ്പത്തൂർ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.
വടകര കരിമനത്തോട്ടിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാവുന്നു. തോട്ടിലെ തടസ്സം നീക്കാനെത്തിയ മുനിസിപ്പൽ അധികൃതരെ നാട്ടുകാർ തടഞ്ഞു. പന്തിരിക്കര പീഡനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ. പേരാമ്പ്രയിൽ BJP ധർണ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിന്ന് കാവിലുംപാറയെ ഒഴിവാക്കണം. പശ്ചിമഘട്ട സംരക്ഷണ സമിതി സമരം 4 ദിവസം പിന്നിട്ടു. സമഗ്ര പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണ പദ്ധതിയായ ചേഞ്ച് കൊയിലാണ്ടി സജീവം. 21 മുതൽ ഒരാഴ്ചക്കാലം നാട്ടുപൊലിമ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.